നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി അവളോടുള്ള പ്രേമം കൊണ്ട് കുടിച്ചതാണോ? അവളോടുള്ള പ്രേമം കൊണ്ട് തന്നെയാ കുടിച്ചത്. എന്താടി ഫിഷ് മാർക്കറ്റിന് മുന്നിൽ പൂച്ച പതുങ്ങും പോലെ ഇവിടെ നിന്ന് പതുങ്ങുന്നത്? ദേ, ആഹാരത്തിൽ എന്തെങ്കിലും കലർത്തിയ നിന്റെ അന്ത്യകൂദാശം ഞാൻ നടത്തും, പറഞ്ഞേക്കാം. നിന്റെ അന്ത്യകൂദാശ ഇപ്പൊ മിസ്റ്റർ കാർത്തിക് നടത്തും. അത് കാണാനേ ഞാനും വരുന്നുണ്ട്. മീനാക്ഷി, ചായ. ഉച്ചയ്ക്ക് ഊണിന് ഇനി എത്തുവോ? ഇല്ല, വൈകും. ഊണ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരണോ? വേണ്ട വേണ്ട, ഇന്ന് പോലീസ് ക്ലബില് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ചായ കുടിക്കേ. ഉപ്പിട്ട് കലക്കിയ ചായ ഒരു കവിള് കുടിക്കുമ്പോ മീനാക്ഷിയുടെ കരണത്തിട്ട് ഒരടി പൊട്ടും. കാർത്തി അവളെ തല്ലി അവളുടെ എല്ലൊടിക്കണേ ഭഗവാനേ. എന്താ? ഏയ്, ഒന്നുമില്ല. സൂപ്പർ ചായ. താങ്ക്സ്. ഇതെന്തു പറ്റി? അടി പൊട്ടിയില്ലല്ലോ. ചായ മാറിപ്പോയാ? എന്താ പറ്റിയെന്നറിയണമല്ലോ. അയ്യേ, ഉപ്പോടുപ്പ്. എന്നിട്ട് കാർത്തി ഇതിങ്ങനെ കുടിച്ചു. ഇനി അവളോടുള്ള പ്രേമം കൊണ്ട് കുടിച്ചതാണോ? അവളോടുള്ള പ്രേമം കൊണ്ട് തന്നെയാ കുടിച്ചത്. കാർത്തിക്, എന്റെ മീനാക്ഷി എനിക്ക് വിഷം കലക്കി തന്നാലും അത് ഞാൻ കുടിക്കും. അത് കണ്ട് നീ അത്ഭുതപ്പെടണ്ട. ഞാൻ പല വിട്ടുവീഴ്ചകളും ചെയ്തു തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. മേലിൽ ഇത്തരം തറ പരിപാടികൾ ആവർത്തിക്കരുത്. നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും, കേട്ടോടി.
വാ അമ്മേ, എഴുന്നേക്ക്. പിടിച്ചെഴുന്നേൽപ്പിക്കൊന്നും വേണ്ട മോളെ, എനിക്കതിനുള്ള അസുഖമൊന്നുമില്ല. ദാ അമ്മ ഇത് കുടിക്ക്. കുടിക്ക്. ഉം. എന്റെ ഈ നശിച്ച അസുഖം കാരണം കുഞ്ഞിന്റെ ചോറൂണ് മുടങ്ങിയല്ലോ ദൈവമേ. അതൊന്നും സാരമില്ല അമ്മേ, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? മോളുടെ സങ്കടം അമ്മയ്ക്ക് അറിയാം. എന്ത് ചെയ്യാനാ? നിങ്ങളുടെ ബെഡ്റൂമിൽ അവള് കയറിക്കൂടിയല്ലേ? അതൊരു ജോത്സ്യവിധിയായി മാത്രം കരുതുക. മോളുടെ കുഞ്ഞിന്റെയും ഈ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ? സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ വേണം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില ത്യാഗങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടുകളാ. അതിനുള്ള പ്രതിഫലം ദൈവം തന്നെ തരും. മോളെ, 21 ദിവസങ്ങൾ 21 മിനിറ്റുകളായിട്ട് കടന്നു പോവും. എന്റെ മോളെ വിഷമിക്കാതെ. സാരമില്ല അമ്മേ, ഒരു പ്രശ്നം പരിഹരിക്കാനല്ലേ. അവളവിടെ കിടക്കുന്നതിന് നമുക്കെന്താ? എന്റെ കാർത്തേട്ടനെ ഞാൻ വിശ്വസിച്ചാ തീർന്നില്ല എന്റെ മനസ്സിന്റെ പ്രശ്നം. ആ അമ്മതേ ഈ ജ്യൂസ് കുടിച്ച്, അതിനുശേഷം ആ ഗുളിക കഴിക്കാനുള്ളതാ. എന്റെ പൊന്നു മോളെ, എനിക്ക് ആ ഗുളികയൊന്നും വേണ്ട. ഇതൊന്നും കഴിക്കാനുള്ള രോഗമൊന്നും എനിക്കില്ല. ഈ ഗുളിക കഴിക്കണോ അമ്മേ? എന്നാലേ അസുഖം മാറൂ. അമ്മ പറയുന്നതൊന്ന് വിശ്വസിക്കും മോളെ. ഓരോ പ്രാവശ്യം ഈ ഗുളിക കഴിക്കുമ്പോഴാ എനിക്ക് വോമിറ്റിങ്ങും വല്ലായികയൊക്കെ വരുന്നത്. മോൾക്കൊരു കാര്യം അറിയോ? ഇന്നലെ രാത്രി മോള് തന്നെ ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഛർദിലും ഇല്ല, മറ്റൊരു അസുഖവും ഇല്ല. നേരാണോ അമ്മേ പറയുന്നേ? ഞാൻ എന്റെ മോളോട് എന്തിനാ നുണ പറയുന്നത്? നേരാ മോളെ. ആ എന്നാ ഒരു കാര്യം ചെയ്, അമ്മ ഇപ്പൊ ഈ ജ്യൂസ് കുടിക്കേ. മതി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.